ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വിജീഷ് ഫാമിലി. ഇന്ന് ജോലിക്ക് പോകേണ്ടാത്ത ഒരു ദിവസത്തെ രാവിലത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ്. രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമ്മൾ രാവിലെയൊക്കെ തുടങ്ങി. ഒരു ചെറിയൊരു മൂടിക്കെട്ടിയൊരു അന്തരീക്ഷമായിരുന്നു, മഴക്കോളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ അതാണ്ട് രാവിലെ തന്നെ നമ്മളെ സ്ഥിരം സന്ദർശകരെത്തിയിട്ടുണ്ട്. മിക്കപ്പോഴും വരാറുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഗോതമ്പും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. പക്ഷേ ഇടയ്ക്ക് ശല്യമാണ്. ഇലയൊക്കെ നമ്മൾ ചെടിയുടെയൊക്കെ ഇലയെല്ലാം കുത്തിപ്പറക്കിയൊക്കെ തിന്നിട്ട് പോകും. അപ്പോൾ ആ ഒരു ശല്യമുണ്ട്. പക്ഷേ ഉപദ്രവവും കാര്യങ്ങളൊന്നുമില്ല. വന്ന് നിന്നിട്ടൊക്കെ അങ്ങ് പോകും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തുണി കഴുകിയങ്ങ് ഇടാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത്തെ കാര്യം വെയിലില്ല. അപ്പോൾ രാവിലെ കഴുകിയിട്ടാലേ ഒന്ന് വാടിയെങ്കിലും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് രാവിലെ തന്നെ തുണി കഴുകാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരാൾ നിൽപ്പുണ്ട്. കുരുത്തക്കേടിൻ്റെ കൂടായിട്ട് വരിക. ഭയങ്കര കുരുത്തക്കേടാണ്. ഞാൻ എവിടെ പോയാലും ജോലി ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ പുറകെ നിന്ന് മാറത്തില്ല. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും കൂടെയൊക്കെ നിന്നങ്ങ് കളിച്ചോളും. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. പിന്നെ ഞാൻ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ കൂടെ കാണും, ഉറങ്ങത്തതുമില്ല. അപ്പോൾ അതാണ്ട് രാവിലെ തന്നെ തുണിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് ദാണ്ട് മിറ്റം തൂപ്പ്. കിടക്കുന്ന കണ്ടില്ലയോ, മഴയൊക്കെ പെയ്ത് തലേന്ന് നല്ല മഴയായിരുന്നു. അപ്പോഴത്തേക്ക് ദാണ്ട് ചെടിയും എല്ലാ ഇലയും എല്ലാം പൊഴിഞ്ഞു വീണ് റബ്ബറിൻ്റെ ഇലയും എല്ലാം ആയിട്ട് നല്ലോണം വൃത്തിയായി കിടക്കുമായിരുന്നു മുറ്റം. പിന്നെ ഈ മഴയെല്ലാം പെയ്തപ്പോഴത്തേക്ക്, കാരണം ഒരാഴ്ചയുടെ അത്യാവശ്യം നല്ലോണം വൈകുന്നേരമൊക്കെ മഴയുണ്ട്. അച്ഛൻ വാഴ നടാനായിട്ട് നമ്മുടെ മൊത്തവും കിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കിളച്ചിട്ട മണ്ണിനകത്തോട്ട് പെട്ടെന്ന് പോച്ച് കിളിച്ച് വരാനും എളുപ്പമാണ്. അപ്പോൾ അവിടെ എല്ലായിടവും വൃത്തിയാക്കി ഞാൻ പിന്നെ തൂത്തു. എല്ലാവരും ഇവിടെ പൊതുവെ അയ്യൊക്കെ വൃത്തിയാക്കും. അച്ഛനായാലും അമ്മയായാലും ചേട്ടനായാലും ഒക്കെ നിൽക്കുന്ന സമയത്ത് പോച്ച കയറി കഴിഞ്ഞാൽ എല്ലാവരും വൃത്തിയാക്കി ഇടാറുണ്ട്. അപ്പം ഞാൻ ഇന്ന ദിവസം തൂത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞാനും അത് എല്ലാം വൃത്തിയാക്കി നമ്മുടെ മുറ്റമൊക്കെ പൊതുവെ നല്ലോണം ക്ലിയറാക്കി ഇടാറുണ്ട്. പൊതുവെ അഴുക്കും കാര്യങ്ങളൊന്നും മുറ്റത്തിടാറില്ല. എല്ലായിടവും നല്ലോണം തൂത്ത് വൃത്തിയാക്കി ഇടും. മൊത്തവും മുറ്റവും ദിവസേന തൂക്കാറുണ്ട്. തീരെ വൈകി മാത്രമേ ഉള്ളൂ നമ്മളങ്ങനെ മുറ്റമൊന്നും തൂക്കാതെ ഇട്ടേക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ മൊത്തം റബ്ബറും അപ്പുറവും ഇപ്പുറവും ഒക്കെ നല്ലോണം മരമുണ്ട്. നമ്മൾ എത്ര തൂക്കണ്ടെന്ന് വിചാരിച്ചാലും തൂത്ത് പോവും. കാറ്റെല്ലാം അടിക്കുമ്പോഴത്തേക്ക് നല്ലോണം ഈ കരിയിലയും കാര്യങ്ങളും എല്ലാം കാണും. അപ്പോൾ അതാണ്ട് നമ്മൾ മുറ്റത്ത് ജമന്തിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. ജമന്തി പൂവിൻ്റെ അരി കൊണ്ടുവന്നിട്ട് കിളിച്ചതാണ്. തൈ കുറേ ഉണ്ട്, നിൽപ്പുണ്ട്. ചിലതൊക്കെ പൂ പിടിച്ചിട്ടുണ്ട്. കുറേയൊക്കെ തൈ ഉണ്ട്, മാറ്റിയൊന്നും നട്ടിട്ടില്ല. ഇനി ഒരു ദിവസം നിൽക്കുന്നതിൻ്റെ അന്ന് വേണം ചെടിയൊക്കെ ഒന്ന് മാറ്റി നടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ആഹാരം ഉണ്ടാക്കണം. ആഹാരം ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളാരും ഒന്നും ഉണ്ടാക്കാറില്ല. കൊച്ചുങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ട് പഴങ്കഞ്ഞി കഴിക്കാറാണ് പതിവ്. പക്ഷെ അന്ന് പഴങ്കഞ്ഞി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ റവ ഉണ്ടായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആട്ടിയ മാവ് നമ്മൾ വീട്ടിൽ ആട്ടാറുണ്ട്, മാവ് ആട്ടി വെക്കാറുണ്ട്. പക്ഷെ അതും തീർന്നു. അപ്പോഴും വിചാരിച്ചെന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളതാണ്. പിന്നെ അന്ന് മോൾക്ക് ഡാൻസിന് പോകണം. മൂത്താൾ സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അടുത്ത് ശിവ എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട്, അവിടെ മോൾ സിനിമാറ്റിക് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പം അവൾക്ക് രാവിലെ ഇനി എന്തെങ്കിലും കൊടുത്ത് വിട്ടിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ. കാരണം അവളോട് ഇനി പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമാധാനത്തിൽ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയല്ലോ. അപ്പം അവൾ വെപ്രാളം പിടിച്ച് വന്ന് നിൽക്കുമോ, അവൾ ഒരുങ്ങിയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര വെപ്രാളമാണ്. അല്ലാതെ അവൾ താമസിച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമില്ല. പക്ഷെ അവൾ ഒരുങ്ങി വന്ന് നിന്ന് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ സമാധാനം തരത്തില്ല. നമ്മളത് ഉണ്ടാക്കി കൊടുക്കുന്ന വേറെ ബഹളവും വെച്ച് ഇങ്ങനെ വന്ന് നിൽക്കും. അത് ഉണ്ടാക്കിയോ പോകാൻ സമയമായി എന്നും പറഞ്ഞ് പിന്നെ നമുക്ക് ഒരു ലേശം സമാധാനം തരത്തില്ല. അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ സമാധാനപ്പെട്ട് ഇപ്പം തരാമെന്നുള്ള രീതിയിൽ. കാരണം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം എന്ന് വെച്ചാൽ റവ മാത്രമേ ഉള്ളൂ. പറയുമ്പോൾ ഉണ്ടാക്കാം, വെള്ളം തിളയ്ക്കുന്ന പാട് മാത്രമല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ദാണ്ട് റവയെല്ലാം ഉണ്ടാക്കി. അവൾ വന്ന് നോക്കും ഇടയ്ക്ക്, ഞാൻ തീർന്നോ, ഇനി എപ്പം ഞാൻ പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് പൊടിയാളും അവിടെ ഉണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോക്കിക്കോണം. അതിന് സ്ഥിരം കഴിക്കുന്നൊരു പാത്രമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ എന്തെങ്കിലും ഉണ്ടാക്കിയാലും കണ്ട ഉടനെ ആ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് വയ്ക്കും. പാപ്പ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അത് കൊടുക്കുന്ന വരെ നമുക്ക് സമാധാനം തരത്തില്ല. പിന്നെ അത് അവൾക്ക് കഴിച്ച് അവളത് മൊത്തവും കൊണ്ട് നടന്ന്, നമ്മൾ വാരിയൊന്നും കൊടുക്കണ്ട, നമ്മളത് ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അവൾ തന്നെ കൊണ്ട് നടന്ന് കഴിച്ചോളും. അതാണ് നമ്മൾ ഉപ്പുമാവൊക്കെ റെഡിയായി. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ പൊടി ആൾ ഉടനെ വരും, പാത്രമൊക്കെ പറക്കി വരും.
പാപ്പ പാത്രം എടുത്തോണ്ടോ, പാപ്പ തരാം, പാത്രം എടുത്തോട്ടോ, പാത്രം എടുത്തോട്ടോ മോളെ, പാത്രം എന്തിയേ? ആ എടുത്തോണ്ട് വാ, പാത്രം എടുത്തോട്ടോ, പാപ്പ തരാം. പാപ്പ വേണ, പാപ്പ വേണ, പാപ്പ വേണ, പാപ്പ തരട്ടെ? ആ പാപ്പ തരാം, പാപ്പ അയ്യോ വേണ്ട. എന്തുവാ തറകളല്ലേ അവിടെ കൊണ്ടിച്ചിട്ട് തിന്നെ, തറയെ കൊണ്ടിച്ചിട്ട് തിന്നെ, അവിടെ തിന്നെ, തിന്നെ അവിടെ ഇരിക്കെ, തറയില്ലേ. അപ്പോൾ ദാണ്ട് അവളെ സ്ഥിരം അവൾ രാവിലത്തെ ആഹാരം കഴിക്കുന്ന പാത്രം, അത് എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും ഓടിപ്പോയി ഈ പാത്രം എടുത്തുകൊണ്ട് വരും. ഇതും പിന്നെ വേറൊരു പാത്രമുണ്ട്, ഈ 2 പാത്രം അവൾ എടുക്കാറുള്ളൂ. ഇച്ചിരി ആണെങ്കിൽ പോലും അവൾ ആ പാത്രം എടുത്തുകൊണ്ട് വന്ന് അവളെ പാത്രം അത് വേറെ ആരും എടുക്കാനും സമ്മതിക്കത്തില്ല. പിന്നെ അവൾക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ കഴിക്കണം. അപ്പോൾ പിന്നെ ഞാനും അത് ശല്യം ചെയ്യാൻ പോകാറില്ല. കാരണം അവൾ കുറേ കളിച്ചും ചിരിച്ചും അങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ കുറച്ച് നേരം പിന്നെ നമ്മളും കൊണ്ടു നടന്ന് കൊടുക്കും. അപ്പം മൂത്ത ആൾക്കും ആഹാരമൊക്കെ കൊടുത്ത് ഇനി അവൾക്കും ക്ലാസ്സിന് പോകണം. അപ്പോൾ ഇനി ഇത്ര ഉള്ളായിരുന്നു നമ്മൾ ചെറിയൊരു മോർണിംഗിൽ കാര്യങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ. ടാറ്റ, ബൈ ബൈ.